Hi everybody, welcome to my channel. Hope you are staying happy and healthy. So am I. ഇന്നത്തെ വീഡിയോ is all about what is there in my baby's bag while traveling. ഇതാണ് വാവയുടെ ബാഗ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുവന്ന ബാഗാണ്. സോ ഐ ജസ്റ്റ് ഷെയർ വാട്ട് ഓൾ ആർ ദ എസെൻഷ്യൽ തിങ്സ് ദാറ്റ് ഐ ക്യാരി. നമ്മളിപ്പോൾ ഒരു സ്റ്റേക്കേഷന് വന്നിരിക്കുകയാണ്. ഞാനും ഹസ്ബൻഡും വാവയും കൊച്ചിയിലുണ്ട്. ഒരു 1 day സ്റ്റേക്കേഷന് വേണ്ടി വന്നേക്കുവാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഐ ടേക്ക് എ വീഡിയോ ഓഫ് വാട്ട് ഓൾ ആർ ദ തിങ്സ് ഐ ക്യാരി വൈൽ ട്രാവലിംഗ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ദിസ് ഇസ് ദ ബാഗ് ഐ ഗോട്ട് ഫ്രം ഫസ്റ്റ് ക്രൈ. നമ്മൾ ഫസ്റ്റ് ക്രൈ എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ലവ് ലാപ്പ് ആണ് കേട്ടോ ഈ ബ്രാൻഡിന്റെ പേര്. ലവ് ലാപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെയാണ്. ഫസ്റ്റ് ക്രൈ എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അറൌണ്ട് 1000 സംതിങ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി, പക്ഷെ 1000 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. ഈ ഒരു ബാഗ് അത്യാവശ്യം നല്ലൊരു ബാഗാണ്. അത്യാവശ്യം കുറേ സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ്. നമുക്ക് കുറേ സാധനങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റും. ആൻഡ് വാവ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സ്റ്റേക്കേഷൻ പോലെ പോകുന്നത്. നമ്മൾ ഒരു 2 hours ജേർണി ഒക്കെ ട്രാവലിംഗ് റോഡ് ജേർണി ഒക്കെ പോയിട്ടുണ്ട് എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടി. അതല്ലാതെ അവൻ സ്റ്റേക്കേഷൻ അങ്ങനെ സ്റ്റേ ചെയ്യാനൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല എന്തൊക്കെ സാധനങ്ങൾ വേണം കൊണ്ടുപോകണമെന്ന് അറിയില്ലാത്തതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ സംഭവങ്ങളും കൂടി ഉണ്ട്. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഇസ് ഓക്കെ. കാരണം നമുക്കറിയില്ലല്ലോ അവനെ ഇപ്പം എമർജൻസി ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടി വരിക, അത്യാവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ സാധനങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഇസ് ഓക്കെ. അപ്പോൾ കമ്മിങ് ടു ദ പോയിന്റ്, ഐ വിൽ ഷോ യു ഓൾ ദ തിങ്സ് ഐ ക്യാരി വൈൽ ട്രാവലിംഗ്. ഓക്കെ, അപ്പോൾ ഈ ബാഗിൽ കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവൻ്റെ വാട്ടർ ബോട്ടിലാണ്. ഇങ്ങനെ നമുക്ക് സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുള്ള വാട്ടർ ബോട്ടിലാണ്. നമ്മുടെ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം വെച്ചിട്ടുണ്ട്. സോ അത് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയൊരു ഫ്രണ്ട് ഓപ്പൺ ഈ ഒരു കമ്പാർട്ട്മെന്റിൽ കുറേ സാധനങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ ഇത് ഒരു ഇങ്ങനത്തെ ഒരു ഫുഡ് കണ്ടെയ്നറാണ്. ഫ്രം ബേബി ഹഗിൻ്റെ ആണ്. ഒരു സ്പൂണും ഉണ്ട്. നമ്മൾ സ്റ്റേക്കേഷന് ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അവന് ഫുഡ് കൊടുത്തായിരുന്നു. അതിന് കുറച്ച് പോർഷൻ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇടയ്ക്ക് വെച്ചിട്ട് വിശക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ബാക്കി അവനെന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നുവാണെങ്കിൽ അങ്ങനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്, കുറുക്ക് കൊണ്ടുവന്നതാണ്. അതും ഒരു സ്പൂണും ഉണ്ടായിരുന്നു. സോ അതുണ്ട്. ഇത് വന്നിട്ട് അവൻ്റെ നിബ്ലറാണ്. നമുക്ക് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ അടപ്പ് ഇതാ അവിടെയുണ്ട്. ഇതൊരു ഫ്രൂട്ട് നിബ്ലറാണ്. നമ്മൾ ഫ്രൂട്ട്സ് വെച്ചിട്ട് അവന് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് കൊടുക്കണം തോന്നുവാണെങ്കിൽ അങ്ങനെ സോൾഡായിട്ട് ഇപ്പം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, 8 months ആയിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ സോൾഡായിട്ട് എല്ലാം കുറുക്ക് രൂപത്തിലല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ കൊടുക്കണമെങ്കിൽ വിൽ ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻസൈഡ് അങ്ങനെ കൊടുക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ ഹോട്ടലിലൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പം അവനും ഒരു സംഭവം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിബ്ലർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് സക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എക്യുപ്മെൻ്റ് ആണ്. ഇത് ഞാൻ ഒരു അവന് ഫസ്റ്റ് മന്ത് ഉണ്ടായിരുന്നു ആ സമയം മുതലേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുളിപ്പിച്ചു തുടങ്ങിയപ്പം മൂക്കിൽ വെള്ളം പോകുമ്പോഴൊക്കെ സക്ഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താ പറയുക എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് മൂക്കിലൊക്കെ വെള്ളം പോകും അല്ലെങ്കിൽ നല്ലപോലെ ജലദോഷം കോൾഡൊക്കെ ഉണ്ടെങ്കിൽ മ്യൂക്കസിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, വെറ്റ് മ്യൂക്കസിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. നല്ല ഹെൽപ്ഫുൾ ആണ്. പക്ഷെ എപ്പോഴും യൂസ് ചെയ്യരുത് കേട്ടോ, നമുക്ക് ആവശ്യം മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഇതൊരു ട്വീസർ പോലത്തെ സംഭവമാണ്. ഇതും എഗെയിൻ നമുക്കിപ്പോൾ മ്യൂക്കസ് ഒക്കെ വന്നിരിക്കുകയാണ്, കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ്, ഇങ്ങനെ സക്ഷൻ ചെയ്യുമ്പോൾ പോരുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ്. ഇങ്ങനത്തെ ട്വീസർ വെച്ചിട്ട് നമുക്ക് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട്. നമുക്ക് 1 day ഉള്ളൂങ്കിലും അറിയത്തില്ല എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് വേണ്ടി വരുന്നതെന്ന്. പിന്നെ ഉള്ളത് കുറച്ച് മെഡിസിൻസ് ആണ്. തെർമോമീറ്റർ ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുറച്ച് മെഡിസിൻസിൽ ഒന്ന് വരുന്നത് വൈറ്റമിൻ ഡിയുടെ സിറപ്പാണ് കേട്ടോ. ഈ ഒരു ഡ്രോപ്ലെറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഇയർ ഡ്രോപ്സ് ആണ്. ഇതും എസെൻഷ്യലാണ്. നമ്മളിപ്പം സ്റ്റേക്കേഷനൊക്കെ പോകുമ്പം തണുപ്പും ഇതൊക്കെ അടിച്ചിട്ട് ചിലപ്പം ചെവി വേദനയൊക്കെ ഉണ്ടാവും. ആൻഡ് അവന് ഹിസ്റ്ററി ഉണ്ട്, ഇയർ ഇൻഫെക്ഷൻ്റെ ഹിസ്റ്ററി ഉണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു ഇയർ ഡ്രോപ്പും കരുതിയിട്ടുണ്ട്. പിന്നെ നേസൽ ഡ്രോപ്പ് ഉണ്ട്. ദിസ് ലൈക്ക് മൂക്കടപ്പുണ്ട് അല്ലെങ്കിൽ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇത് വന്നിട്ടൊരു ഗ്യാസ്ട്രിക് എയ്ഡാണ് കേട്ടോ. അപ്പം വയറിൽ ഡിസ്റ്റൻഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഗ്യാസ്ട്രിക് സംബന്ധമായ അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു മെഡിസിൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറേ നമ്മുടെ ഈ ഒരു ഇതിനെന്താ പറയുക കുറേ ഡ്രോപ്പേഴ്സ് ഉണ്ട്. പിന്നെയുള്ളത് ഇത് വന്നിട്ട് റാഷ് ഫ്രീ
ലൈക്ക് ആൻറ്റി റാഷ് ക്രീമാണ്. ഡയപ്പർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ടൊരു റാഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് രാസ്നാദിയാണ് കേട്ടോ. ഇതും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അവൻ്റെ ഒരു സ്കിൻ അലർജിക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിനാണ്. എമർജൻസി ആയിട്ട് സ്കിൻ അലർജി വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് അഗെയിൻ ഡ്രോപ്പേഴ്സാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു മെയിൻ കമ്പാർട്ട്മെൻറ്റിലുള്ളത്. മെയിൻ ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റിൽ വെറ്റ് വൈപ്സ് ഉണ്ട്. വെറ്റ് വൈപ്സ് ഒക്കെ വളരെ നമുക്ക് എപ്പോഴും ഞാനവിടെ വെക്കുവാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യമാണ്. മുഖം തുടയ്ക്കാനും അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യുമ്പോൾ, യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വെറ്റ് വൈപ്സ് ഉണ്ട്. പിന്നെ ഐ ഡോണ്ട് നോ വൈ ഞാൻ ഈ ഒരു ഡ്രൈ ഷീറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഡൈപ്പർ ഫ്രീ ടൈം കൊടുക്കുമ്പം ഹോട്ടൽ ബെഡിലൊക്കെ നമ്മൾ ഇരുത്തുമ്പോൾ ഈ ഒരു ഡ്രൈ ഷീറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. അഗെയിൻ ഒരു നേസൽ ഡ്രോപ്പും കൂടി ഇവിടെ ഇതിനകത്തുണ്ടായിരുന്നു ഈ ഒരു കമ്പാർട്ട്മെന്റിൽ. പിന്നെ ഡയപ്പേഴ്സ് കുറേ ഡയപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന ബേബി ഹഗിൻ്റെ ഡയപ്പറാണ് കേട്ടോ. ഡയപ്പർ ഒരു സ്റ്റേക്കേഷൻ വൺ ഡേ ഉള്ളെങ്കിലും നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാനൊരു 6 to 7 ഒരു 10 numbers പീസസ് ഓഫ് ഡയപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സസ്, അതർ ദാൻ ദാറ്റ് ഡ്രസ്സസ് ഒന്നും കാണിക്കണ്ടല്ലോ. ഡ്രസ്സസ് എന്ന് പറയുമ്പം ഒരു 4 പെയർ ഓഫ് ഡ്രസ്സസ് വന്നിട്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് ഷോർട്സ് എടുത്തിട്ടുണ്ട്. ട്രാവൽ ചെയ്യുമ്പം നമുക്കിപ്പം കുറച്ച് ലൈക്ക് ഇടാൻ വേണ്ടിയിട്ട് ഡയപ്പേഴ്സും അതുപോലെ തന്നെ വീട്ടിലിടുന്ന നൈറ്റ് ഡ്രസ്സസ് ഒക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. അവൻ്റെ ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ ബ്ലാങ്കറ്റ് ഇതിനകത്തുനിന്ന് ഞാൻ മാറ്റി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം എടുത്തിട്ടുണ്ട്. ഡ്രസ്സസ് ഒന്നും പുറത്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെയുള്ളത് ബിബാണ്. ഫുഡ് കൊടുക്കുമ്പോൾ ഫീഡ് ചെയ്യുമ്പോൾ ബിബും വേണമല്ലോ, അതിനുവേണ്ടി ബിബ് എടുത്തിട്ടുണ്ട്. പിന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള എന്താണ്, ഡ്രസ്സസ് ആണ് കേട്ടോ കൂടുതലും എടുത്തിരിക്കുന്നത്. എഗെയിൻ 1 more സ്പൂൺ, ഈ ഒരു കണ്ടെയ്നറിൻ്റെ സ്പൂൺ ഉണ്ട്. പിന്നെ ടോയ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇതുപോലെ 2-3 ടോയ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതിപ്പം ഇതിനകത്ത് ഇരുന്നേ ഉള്ളൂ. പിന്നെ ഒരു ബാത്ത് ടവൽ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ ഡ്രസ്സസ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ കുറച്ച് ഈ ബാഗിനകത്ത് ഞാൻ പറഞ്ഞല്ലോ കുറേ സ്മോൾ കമ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട്. സോ ഇത് വന്നിട്ട് അവൻ്റെ ഫേസ് ടവൽസ് ആണ്. ഒരു 4 numbers ഓഫ് ഫേസ് ടവൽസ് എടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും. അത്രേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഡ്രസ്സസ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ 4 പെയർ ഓഫ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സസ്, അതുപോലെ തന്നെ വീട്ടിലിടാനുള്ള കുറച്ച് ഷോർട്സ്, ലൈക്ക് റൂമിൽ ഇടാനുള്ള കുറച്ച് ഷോർട്സും നൈറ്റ് സൂട്ട്സും ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. സോ അതാണ് ബേസിക് ആയിട്ട്. ഇപ്പം നമ്മളൊരു 1 day സ്റ്റേക്കേഷൻ ഒക്കെ ആണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ ബേബിക്ക് നോക്കുമ്പോൾ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. തെർമോമീറ്റർ ആണെങ്കിലും നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ ബേബി അഡാപ്റ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ ഓരോ അറ്റ്മോസ്ഫിയറിനോടൊപ്പം. മേ ബി നമുക്ക് ആവശ്യം വന്നേക്കാം. മോയ്സ്ചറൈസർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ, ടോയ്സ് ഒക്കെ എപ്പോഴും ആവശ്യമുള്ള സംഭവങ്ങളാണല്ലോ. അപ്പം ദീസ് ആർ ദ തിങ്സ്, ഐ തിങ്ക് ദ മസ്റ്റ് ഹാവ് തിങ്സ് വിച്ച് ഐ ക്യാരി വൈൽ ട്രാവലിംഗ്. എന്ന് പറയാൻ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലോങ് ട്രിപ്പ് ഫോർ 1 day സ്റ്റേക്കേഷന് വരുന്നത്. അപ്പം ഇതൊക്കെ ലൈക്ക് എസെൻഷ്യൽ ആണ്. സോ ദാറ്റ്സ് അബൌട്ട് ടുഡേയ്സ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.